ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി ഗവിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ടൂർ ട്രിപ്പുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നാളെ മുതൽ ഡിസംബർ 4 മുതൽ ഡിസംബർ 31 വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഡിസംബർ 4 ഞാൻ ഈ ഓരോ ട്രിപ്പിനും നേരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ, ആ ട്രിപ്പ് എപ്പോഴാണ് തിരിക്കുന്നതെന്നും അതിൻ്റെ ഐറ്റിനറി, ഗവിയിലാവുമ്പോൾ നമുക്ക് ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ നിന്ന്, അതായത് രാവിലെ അടവി കുട്ടവഞ്ചി സവാരി ബോട്ടിംഗ് എടുത്തിട്ടാണ് ഗവിയിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ അടവി എടുക്കുന്ന കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ് കയറിയിട്ട് അവിടുന്ന് പിന്നെ ഒരു ചെയിൻ ഓഫ് ഡാംസ് ആണ് ഗവി എന്ന് പറയുമ്പോൾ. എല്ലാം മിക്കവാറും എല്ലാം ആർച്ച് ഡാംസ് ആണ്. അപ്പം ആ ഗവിയിലേക്ക് കയറി ഡിസംബർ മാസം നമുക്കറിയാം ഗവിയിൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും. മഞ്ഞും ആ ആ ഒരു കാലാവസ്ഥയായിരിക്കും. അപ്പം അതിൽ ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നമുക്ക് നോക്കാം. ഡിസംബർ 4 തിരുവല്ല ഡിപ്പോയിൽ നിന്നാണ് ഡിസംബർ 4 ഗവി ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുവല്ലയിൽ നിന്ന് എത്ര മണിക്കാണ് തിരിക്കുന്നതെന്നും അതിൻ്റെ ബാക്കി ഐറ്റിനറി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കിട്ടും. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഡിസംബർ 4 3 ബസ്സാണുള്ളത്. തിരുവല്ല, എറണാകുളം, പത്തനംതിട്ട, 3 ഡിപ്പോകളിൽ നിന്നാണുള്ളത്. ഡിസംബർ 5 നെയ്യാറ്റിൻകര, ചേർത്തല, വടകര ഡിപ്പോകളിൽ നിന്നാണ് ഗവി പാക്കേജ് ഉള്ളത്. ഡിസംബർ 6 കൊട്ടാരക്കര, കൊടുങ്ങല്ലൂർ, പത്തനംതിട്ട. എല്ലാത്തിനും കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. ഇനി ഡിസംബർ 7 നോക്കുകയാണെങ്കിൽ 2 ബസ്സാണ്, കോതമംഗലത്തു നിന്നും കണ്ണൂരിൽ നിന്നുമാണ്. ഡിസംബർ 8 പാപ്പനംകോട്, ആലപ്പുഴ, മലപ്പുറം ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 9 ആര്യങ്കാവ്, അങ്കമാലി, പാല ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 10 പന്തളം, ഹരിപ്പാട്, കോഴിക്കോട് ഡിപ്പോകളിൽ നിന്ന്. ഇനി ഡിസംബർ 11 നോക്കുകയാണെങ്കിൽ പാലോട്, ട്രിവാൻഡ്രത്തുള്ള പാലോട്, മാള ഡിപ്പോ, പത്തനംതിട്ട ഡിപ്പോ, 3 ഡിപ്പോയിൽ നിന്നാണ്. ഡിസംബർ 12 ചടയമംഗലം, മൂവാറ്റുപുഴ, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്നാണ് ഗവി ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 13 അടൂർ, പാല, കോന്നി ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 14 നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട, തൊടുപുഴ, മലപ്പുറം ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 15 തൃശ്ശൂർ, ഈരാറ്റുപേട്ട, പാലക്കാട് ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 16 പത്തനംതിട്ട, ഇരിങ്ങാലക്കുട ഡിപ്പോകളിൽ നിന്ന് ട്രിപ്പുണ്ട്. ഡിസംബർ 17 കാട്ടാക്കട, പെരുമ്പാവൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 18 ചാത്തന്നൂർ, വൈക്കം, തൊട്ടിൽപ്പാലം ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 19 തിരുവല്ല, നോർത്ത് പറവൂർ ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 20 വെള്ളനാട്, ചെങ്ങന്നൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 21 പുനലൂർ, ചാലക്കുടി, കണ്ണൂർ. 22 പത്തനംതിട്ട, മൂന്നാർ, മലപ്പുറം. ഇനി ഡിസംബർ 23 നോക്കുകയാണെങ്കിൽ നെടുമങ്ങാട്, ചങ്ങനാശ്ശേരി, പാലക്കാട് ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 24 കുളത്തൂപ്പുഴ, പെരുമ്പാവൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 25 തിരുവല്ല, മാവേലിക്കര, കോഴിക്കോട് ഡിപ്പോകളിൽ നിന്നാണ് ട്രിപ്പ് ഉള്ളത്. ഡിസംബർ 26 കിളിമാനൂർ, ചാലക്കുടി, അടൂർ ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 27 പത്തനാപുരം, കൂത്താട്ടുകുളം, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ്. ഡിസംബർ 28 പത്തനംതിട്ട, പൊൻകുന്നം, പയ്യന്നൂർ ഡിപ്പോകളിൽ നിന്നുണ്ട്. ഇനി ഡിസംബർ 29 നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം സിറ്റി, മൂലമറ്റം, മല്ലപ്പള്ളി ഡിപ്പോകളിൽ നിന്നാണ് ട്രിപ്പ് ഉള്ളത്. ഡിസംബർ 30 ഡിസംബർ 30 കൊട്ടാരക്കര, കായംകുളം, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നുണ്ട്. ഡിസംബർ 31 റാന്നി, തൃശ്ശൂർ, പന്തളം ഡിപ്പോകളിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും ട്രിപ്പുകളാണ് കെ എസ് ആർ ടി സി. 83ഓളം ട്രിപ്പുകൾ നിലവിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തേക്ക്, ഈ നാളെ മുതൽ ഡിസംബർ 4 ശേഷം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡിപ്പോ ഏതാണെന്ന് നോക്കിയിട്ട്, കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ട്രിപ്പിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവി പോലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ വാഹനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് സേഫ്റ്റി ഇഷ്യൂസ് വരും. ആനകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പം ബസ്സാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫറാണ്. പിന്നെ അതുപോലെ വിസിബിലിറ്റിയും കൂടുതലായിരിക്കും. വലിയ ബസ്സാകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറച്ചുകൂടി നല്ലതായിരിക്കും.
കാർഡായതുകൊണ്ട് നമുക്ക് ആ, കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും ബസ് ആകുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആ, പിന്നെ അതുപോലെ ഗവിയിലെ നമുക്ക് ചെറിയ ബസ് വണ്ടികളിൽ പോവുകയാണെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വാങ്ങണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും പെർമിഷൻ എല്ലാം KSRTC തന്നെ എല്ലാം ചെയ്തോളും. നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ ട്രാവലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഈ ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.